ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്ത് കാണാൻ മറക്കല്ലേ. പെൻഷൻ അറിയിപ്പുകളും അതുപോലെ അക്ഷയവുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷനുകളും ഗവൺമെൻറ്റിൽ നിന്നും വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളുമായിരിക്കും ഈ ചാനലിൽ ഉണ്ടാവുക. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കേരളമടക്കം 12 സംസ്ഥാനങ്ങളിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് നടപടികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. വോട്ടർ പട്ടിക പൂർണ്ണമായും കൃത്യവും സുതാര്യവുമായിരിക്കുന്നതിന് വേണ്ടി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന ഒരു പ്രത്യേക തീവ്ര പരിശോധനയും പരിഷ്കരണവുമാണ് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അഥവാ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം. SIR നടപ്പാക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. യോഗ്യരായ ഒരാളെയും ഒഴിവാക്കാതെയും അർഹതയില്ലാത്തവരെ ഒഴിവാക്കിയും വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുക എന്നതാണ് ഉദ്ദേശമെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു. മരിച്ചവർ, താമസം മാറിയവർ, ഒന്നിലധികം സ്ഥലങ്ങളിൽ വോട്ടുള്ളവർ എന്നിവരെ ഒഴിവാക്കി പട്ടിക കൃത്യമാക്കുമെന്നാണ് അവരുടെ അവകാശവാദം. 2002 വോട്ടർ പട്ടികയിലെ അടിസ്ഥാനമാക്കിയാകും പരിശോധനകൾ നടത്തുക. 18 വയസ്സ് പൂർത്തിയായ മണ്ഡലത്തിൽ സ്ഥിരതാമസമുള്ള ഇന്ത്യൻ പൗരന്മാരെയാണ് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുക. 2002 പട്ടികയിൽ ഉള്ളവർക്കും ഇവരുടെ മക്കൾക്കും പൗരത്വം തെളിയിക്കുന്നതിന് രേഖകൾ ഹാജരാക്കേണ്ടതില്ല. 2002 പട്ടികയിൽ ബന്ധുക്കൾ ഉള്ളവർക്കും ഇളവുകളുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. പൗരത്വം തെളിയിക്കാൻ രേഖകൾ ആവശ്യമായി വന്നാൽ ആധാർ, പാസ്പോർട്ട്, ജനന സർട്ടിഫിക്കറ്റ്, സർക്കാർ ID കാർഡ്, പെൻഷൻ പേയ്മെൻറ്റ് ഓർഡർ, വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ 12 രേഖകളിൽ ഏതെങ്കിലും ഒന്ന് സമർപ്പിക്കണം. 2002 പട്ടികയിൽ സ്വന്തം പേരോ മാതാപിതാക്കളുടെ പേരോ ഉള്ളവർ 2002 പട്ടികയിൽ പേരുള്ളതിൻ്റെ രേഖ നൽകിയാൽ മതിയാകും. SIR പ്രക്രിയ എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ബൂത്തിൽ ശരാശരി 1000 വോട്ടർമാരാണ് ഉണ്ടാവുക. ബൂത്ത് ലെവൽ ഓഫീസർ അതായത് BLOമാരുടെ നേതൃത്വത്തിലാണ് വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ പൂർത്തീകരിക്കുന്നത്. ഇതിനായി വോട്ടർമാർക്ക് BLOമാർ ഫോമുകൾ കൈമാറും. 2025 നവംബർ 4 മുതൽ ഡിസംബർ 4 വരെയാണ് ഇതിനുള്ള സമയം. നിലവിലുള്ള വോട്ടർമാർക്ക് എമ്യൂറേഷൻ ഫോമും പുതുതായി പേര് ചേർക്കുന്നവർക്ക് ഫോം 6ഉം വോട്ട് ഒഴിവാക്കാൻ ഫോം 7ഉം തിരുത്താനും വോട്ട് മാറ്റാനും ഫോം 8ഉമാണ് പൂരിപ്പിച്ച് നൽകേണ്ടത്. തുടർന്ന് ഡിസംബർ 9 അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർ കരട് വോട്ടർ പട്ടിക തയ്യാറാക്കും. പരിശോധനകൾക്ക് ശേഷം ERO അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. 2002 പട്ടികയിൽ പേരില്ലാത്തവർ ജനന തീയതിയുടെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത രേഖകൾ സമർപ്പിക്കണം. 1987 ജൂലൈ 1 മുമ്പ് ജനിച്ചവർ സ്വന്തം ജനന തീയതിയും സ്ഥലവും തെളിയിക്കുന്ന രേഖയാണ് നൽകേണ്ടത്. 1987 ജൂലൈ 1 2004 ഡിസംബർ 1 ജനിച്ചവരാണെങ്കിൽ സ്വന്തം ജനന സർട്ടിഫിക്കറ്റോ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ ജനന സർട്ടിഫിക്കറ്റോ ഹാജരാക്കണം. 2004 ഡിസംബർ 2 ശേഷം ജനിച്ചവർ സ്വന്തം ജനനരേഖയും മാതാവിൻ്റെയും പിതാവിൻ്റെയും ജനനരേഖയും ഹാജരാക്കണം. അന്തിമ പട്ടികയിൽ പരാതി ഉണ്ടെങ്കിൽ ആദ്യം ജില്ലാ കളക്ടർക്ക് അപ്പീൽ നൽകാം. ഡിസംബർ 9 മുതൽ ജനുവരി 8 വരെയാണ് അപ്പീൽ നൽകാനുള്ള സമയം. പരിഹാരമായില്ലെങ്കിൽ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ സമീപിക്കാവുന്നതാണ്. ഡിസംബർ 9 മുതൽ ജനുവരി 31 വരെ പരാതികളിൽ നോട്ടീസ്, ഹിയറിംഗ്, പരിശോധന എന്നിവ നടത്തും. 2026 ഫെബ്രുവരി 7 അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക. പല കാരണങ്ങളാൽ രാജ്യത്ത് SIR എതിർക്കപ്പെടുന്നുണ്ട്. വോട്ടവകാശത്തെ പൗരത്വത്തിൻ്റെ അടിസ്ഥാനമാക്കി മാറ്റുന്നു എന്നുള്ളത് തന്നെയാണ് കാരണം. വർഷങ്ങളായി വോട്ട് ചെയ്യുന്നവരുടെ പേരുകൾ പോലും രേഖകളില്ലെന്ന് പറഞ്ഞ് പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടാൻ സാധ്യതയുണ്ട്. ബീഹാറിൽ SIR നടപ്പാക്കിയപ്പോൾ ലക്ഷക്കണക്കിന് പേരാണ് പുറന്തള്ളപ്പെട്ടത്. അർഹരായ നിരവധി പേരുടെ പേരുകൾ യാതൊരു കാരണവുമില്ലാതെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടതായി പരാതികളുണ്ട്. തുടർന്ന് പലരെയും കൂട്ടിച്ചേർത്തെങ്കിലും അന്തിമ പട്ടികയിൽ 48 ലക്ഷത്തോളം പേരാണ് പുറത്തു നിൽക്കുന്നത്. അതുകൊണ്ട് അതീവ ജാഗ്രത വേണം. വോട്ടവകാശം ഓരോ പൗരൻ്റെയും മൗലികാവകാശമാണ്. ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളിയാവാൻ സാധാരണക്കാരന് ലഭിക്കുന്ന ഏക അവസരമാണ് ഇത്. SIRനെ കരുതലോടെ കാണുക. ജനാധിപത്യ ഇന്ത്യയുടെ നിലനിൽപ്പിന് നമ്മൾ ജാഗരൂകരായിരിക്കുന്നത് അനിവാര്യമാണ്.